വർഷമോളെ കുറിച്ച് എന്തെങ്കിലും? ഇല്ലമ്മേ. മോള് വിഷമിക്കണ്ട. വർഷയ്ക്കൊന്നും പറ്റില്ല. അവള് തിരിച്ചു വരും. ദേ, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ മോളെ ഇത്? നീ ഇങ്ങനെ സങ്കടപ്പെട്ട ദിയമോൾക്ക് വിഷമാവില്ലേ? ദിയമോളെ സങ്കടപ്പെടുത്താതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം കൂടെയല്ലേ? ദിയമോളെ അനാഥയാക്കിയത് ഞാനാ. ദിയമോളുടെ അച്ഛൻ രാജീവ് മേനോനെ കൊന്നത് ഞാനാണെന്ന സത്യം എനിക്ക് വന്ദനോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ലല്ലോ. നീ എന്താ ആലോചിക്കുന്നത്? അത് ഞാൻ സത്യം പറയാൻ. സത്യം പറഞ്ഞാ നിനക്കും വേദന ഉണ്ടാക്കുന്നതാണ് നടന്നതെന്നറിയാം. കാണാതെ പോയ വന്ദനയുടെ അനിയത്തി നിന്റെ അനിയത്തിയാണല്ലോ. അച്ഛാ, അതല്ല. അറിയാം. അവളെ കണ്ടുപിടിക്കേണ്ട ചുമതല നിനക്കും കൂടി ഉള്ളതാണല്ലോ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോള് വാ, എന്തെങ്കിലും കഴിക്കാം. ഒരുത്തിയെ കാണാതെ പോയത് വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ, സർക്കിട്ട് പോയപ്പോഴല്ലേ. കാലണക്ക് ഗതിയില്ലെങ്കിൽ എന്താ? യോ, ചുറ്റിക്കറക്കത്തിന് കുറവൊന്നുമില്ല. നാത്തൂനെ, വന്ദന വർഷം കാണാതായതിൽ ആകെ തളർന്നു നിൽക്കുക. അതിനിടയിലൊരു അയ്യോ, അങ്ങനെ തളർന്നു പോകാൻ അവള് ചത്തിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുമില്ല. അതേടി, വർഷ ഇവളുടെ അനിയത്തിയല്ലേ, അവൾ അത്ര പെട്ടെന്നൊന്നും ചാവില്ല. അല്ല, ഉല്ലാസത്തിന് പോയ സ്ഥലത്ത് പഴയ വല്ല രഹസ്യക്കാരനോടും വരാൻ പറഞ്ഞു കാണും. എന്നിട്ട് താലി കെട്ടിയവനെ കളഞ്ഞിട്ട് അവന്റെ കൂടെ ഒളിച്ചോടി പോയതായിരിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇങ്ങനെയുണ്ട് ഒരു ജന്മം. കഷ്ടം. ഇനി നാവിട്ടടിച്ച ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നുപോകും. വാ മോളെ, നടക്ക്. വാ. സുമലതയും വാലുപൊക്കി തുടങ്ങി. ആദ്യം ഒതുക്കേണ്ട ഇവളെയാ. ഈ സമയത്ത് ആ മിദ്യ ഇവിടെ ഇല്ലാതായി പോയല്ലോ. മാനത്തെ കൊട്ടാ